കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കുന്നു. പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതയാമത്തിൽ ദൈവം നമുക്ക് തരുന്ന സാവകാശങ്ങളെ ഓർത്ത്, ദൈവത്തിന്റെ നന്മകളെ ഓർത്ത്, ഉപകാരങ്ങളെ ഓർത്ത് വീണ്ടും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ചില ചിന്തകൾ നിങ്ങളോടൊപ്പം പങ്കിടുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്കും എല്ലാവർക്കും മഹാഭയം ഉണ്ടായി. സർവ്വസഭയ്ക്കും ഇത് കേട്ടവർക്ക് എല്ലാവർക്കും മഹാഭയമുണ്ടായി. And great fear came on the whole church and on everyone who heard these things. എപ്പോൾ വിശ്വാസികൾ പാപം ചെയ്യുന്നതിന് ഭയമുള്ളവരായി തീരുമോ, അപ്പോൾ ദൈവസഭ വിശുദ്ധിയിൽ മുന്നേറുവാൻ ഇടയാകും. ദൈവകൃപയുടെയും പരിശുദ്ധാത്മാവിന്റെയും ഈ യുഗത്തിൽ ദൈവകൃപയുടെ ആധിക്യത്താൽ പാപം ശിക്ഷിക്കപ്പെടാതെ പോകുമെന്ന് ഒരിക്കലും കരുതേണ്ടതില്ല എന്ന് ദൈവം വെളിപ്പെടുത്തുകയായിരുന്നു. കപടതയും ചതിവും നുണ പറയുന്നതും മരണകരമായ കുറ്റം തന്നെയാണെന്നും ദൈവം അതിനെ എങ്ങനെ കാണുന്നുവെന്നതിനും ഒരു നല്ല ഉദാഹരണമാണ് നമുക്ക് ഈ അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. എല്ലാവർക്കും ഭയമുളവാക്കുവാൻ ഇത് മാത്രം മതിയാവും. അതുകൊണ്ട് ഈ പാപം ചെയ്തവരെയെല്ലാം ദൈവം ഇങ്ങനെ ശിക്ഷിച്ചു എന്ന് അർത്ഥമില്ല. ദൈവസഭയിലെ എല്ലാ വിശ്വാസികൾക്കും ദൈവഭയമുണ്ടാകുവാൻ ഈ ഒരു സംഭവം മതിയായിരുന്നു. നമുക്കും ഇത് മതിയാകും. അതുകൊണ്ട് ഈ പാപം ചെയ്തവരെയെല്ലാം ദൈവം ഇങ്ങനെ ശിക്ഷിച്ചു എന്ന് അർത്ഥമില്ല. ദൈവസഭയിലെ എല്ലാ വിശ്വാസികൾക്കും ദൈവഭയം ഉണ്ടാകുവാൻ ഈ ഒരു സംഭവം മതിയായിരുന്നു. നമുക്കും ഇത് മതിയാകും. ഇനിയും ആവർത്തിക്കേണ്ട കാര്യമില്ല. എല്ലാ കള്ളവും ചതിവും ദൈവം വെറുക്കുന്നുവെന്നതിനും ഈ കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ വലിയ അപകടത്തിലാണെന്നുമുള്ളതിന് നമുക്ക് ഇനിയും തെളിവ് ആവശ്യമുണ്ടോ? അനന്യാസിന്റെയും സഫീറയുടെയും കാര്യമാണ് ഇതിന്റെ പിന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നു. പഴയ നിയമ കാലയളവിലും ഇതുപോലെ ദൈവം പ്രമാണം നൽകിയിരുന്നു. സംഖ്യാപുസ്തകം 15-ാം അധ്യായം 32 മുതൽ 36 വരെയുള്ള ഭാഗങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ ശബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. അവൻ വിറക് പെറുക്കുന്നത് കണ്ടവർ അവനെ മോശയുടെയും അഹ്റോന്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന് വിധിച്ചിട്ടില്ലായതുകൊണ്ട് അവർ അവനെ തടവിൽ വെച്ചു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം. സർവ്വസഭയും പാളയത്തിന് പുറത്തുവച്ച് അവനെ കല്ലെറിയണമെന്ന് കൽപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊന്നു. കനാൻ കൈവശപ്പെടുത്തിയ സമയത്തും ദൈവം അനുസരണക്കേടിനെ ശിക്ഷിച്ചതിന് ഒരു ഉദാഹരണം നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ ആ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ഏതെങ്കിലും ഒരു പ്രാദേശിക സഭയിൽ പാപത്തിന് അംഗീകാരം നൽകിയാൽ അത് ഏറ്റവും അപകടകരമായ സ്ഥിതിവിശേഷമാകും. ക്യാൻസർ ശരീരത്തെ കാർന്നു തിന്നുന്നത് പോലെ ആയിത്തീരും. ഈ വാക്യത്തിൽ സഭ എന്നത് യേശുവിന്റെ സാക്ഷികളായി ചുറ്റുപാടുകൾ ഉള്ളവരിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം എന്നാണ് അർത്ഥമാക്കേണ്ടത്. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീ പത്രോസ് ആകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഞാൻ നിന്നോട് പറയും. ഗ്രീക്ക് ഭാഷയിൽ പത്രോസ് എന്ന പേര് അർത്ഥമാക്കുന്നത് ചെറിയ ഒരു പാറ, പാറക്കഷണം എന്നിങ്ങനെയാണ്. ക്രിസ്തു തന്റെ സഭയെ പണിയുന്ന പാറ അർത്ഥമാക്കുന്നത് വലിയൊരു പാറ എന്നാണ്. അതുകൊണ്ട് പത്രോസിന്മേൽ തന്റെ സഭയെ പണിയുമെന്നല്ല യേശു പറയുന്നത്. അതിഗംഭീര പ്രൗഢിയുള്ള ഇത്തരമൊരു നിർമ്മാണത്തിന് ബലഹീനവും നിസാരവുമായ ഇത്തരമൊരു അടിസ്ഥാനം മതിയാവുകയില്ല. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ മറ്റു വചനഭാഗങ്ങളുമായുള്ള താരതമ്യ പഠനം ഇത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. 1 കൊരിന്ത്യർ 3:11 നമ്മൾ വായിക്കുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. പത്രോസ് ഉൾപ്പെടെ എല്ലാ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും സഭയുടെ അടിസ്ഥാനത്തിന്റെ ഒരു ഭാഗമാണ്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പാറ ക്രിസ്തു തന്നെയാണ്. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രതിപാദിക്കപ്പെട്ട നിലയിൽ പാറ ഒരുപക്ഷെ അർത്ഥമാക്കുന്നത് ദൈവത്തിന്റെ ഏകപുത്രനായ ക്രിസ്തുവാണ്. യേശു എന്ന പത്രോസിന്റെ ഏറ്റുപറച്ചിലിനെ ആകാം എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ദൈവമക്കളുടെ കൂട്ടായ്മയിൽ പ്രവേശിക്കുന്ന ഏതൊരാൾക്കുമുള്ള അടിസ്ഥാന സത്യമാണ്. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ നല്ല പകൽക്കാലത്തിനായി, പ്രഭാതയാമത്തിനായി സ്തോത്രം. അവിടുന്ന് തന്ന ഈ പ്രഭാതയാമത്തിൽ തന്നെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തുവന്ന് തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ലഭിച്ച സമയങ്ങൾക്കായി, നല്ല വചനം കേട്ട് അവിടുത്തെ സന്നിധിയിൽ ബലപ്പെടുവാൻ ഞങ്ങൾക്ക് ലഭിച്ച നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപയുടെ കരങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമം